കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സ്ലാബിൽ കയറിയ തടി ലോറി അപകടത്തിൽപ്പെട്ടു. BSNL, കെ-ഫോൺ, കേരള വിഷൻ എന്നിവയുടെ ഇന്റർനെറ്റ് അടക്കമുള്ള കേബിളുകൾ തടികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിനാൽ കേബിൾ, ഇന്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ബുധനാഴ്ച രാത്രി 7:15 അപകടം. തൊടുപുഴ സ്വദേശിയുടേതാണ് അപകടത്തിൽപ്പെട്ട ലോറി. പരീക്കണ്ണിയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു തടിലോറി. വർക്ക്ഷോപ്പിന് എതിർവശം പാർക്ക് ചെയ്തിരുന്ന തടിലോറി സ്ലാബ് ഇടിഞ്ഞതിനെ തുടർന്ന് സമീപത്തുള്ള വീടിന്റെ മതിൽ ഇടിച്ചു തകർത്ത് ചെരിയുകയായിരുന്നു. അശാസ്ത്രീയമായ സ്ലാബ് നിർമ്മാണമാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ലോഡായിട്ട് ഈ പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി ചെറിയ വർഷോപ്പ് പണിക്ക് വേണ്ടി ഇവിടെ സൈഡ് ഒതുക്കിയാണ് ഇവിടെ. കാരണം നമ്മൾ ഈ വെള്ളവരോട്ടാണല്ലോ വണ്ടി ഒതുക്കാവുള്ളൂ. ബാക്കിയുള്ള വണ്ടികൾക്ക് തടസ്സമില്ലാതെ വണ്ടി ഇവിടെ ഒതുക്കിയാണ്. ഈ സ്ലാബിൻ്റെ മുകളിൽ വണ്ടിക്ക് വെച്ചു. അതാണ് നോക്കുക. ആ സ്ലാബ് ഒരു ആൾക്കാർ നടത്തുപോയി ഇടിച്ചുള്ള സ്ലാബാണ് ഈ ഒക്കെ കൊണ്ടുവച്ചത്. ആ സ്ലാബിൻ്റെ മുകളിലായിട്ടായിരുന്നു താന്നു പോയി. ആ സ്ലാബ് ഇടിച്ച് വീണിട്ടാണ് ഇപ്പോൾ ഈ വണ്ടിക്ക് ഇതുപോലെ സംഭവം പറ്റിയേക്കുന്നത്. അത് എത്രയോ സ്ഥലങ്ങളിൽ ഇതുപോലെ സംഭവിക്കുന്നു. ഇതൊക്കെ നോക്കാൻ ഈ ഇവിടെ അധികാരികളും കാര്യങ്ങളും ഇല്ല. ഇത്ര വലിയ അനാസ്ഥയും കാര്യങ്ങളും കാണിച്ചിട്ടാണ് നാട്ടുകാർ ജീവൻ വെച്ച് കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ടാക്സിനാളുടെ എല്ലായിടത്തും ഓടുന്ന വണ്ടിയാണ് ഇത്. എന്നിട്ട് ഇത്ര നല്ലൊരു സുരക്ഷിതമായ സ്ലാബോ കാര്യങ്ങൾ പണിയാൻ ഈ നിർമ്മാണ കമ്പനി സാധിക്കുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്? ആരെ കാണിക്കാൻ? ഇഷ്ടം പോലെ നമുക്ക് വിശിഷ്ട ഒരു വണ്ടി പോലും ഈ സ്ലാബിന് മുകളിൽ കയറ്റി ഒതുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഉദാഹരണമാണ് ഇത്. ഇതിപ്പോൾ KSRTC ബസ് സ്റ്റാർട്ടിയുണ്ട് ഇതുപോലെ സ്ലാബ് പിടിച്ചു. ഇതെങ്ങനെയാണ് ആൾക്കാർ ഇതിലൂടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്? ഇവർ പിന്നെ എന്ത് ജോലിയാണ് ഈ നിർമ്മാണ കമ്പനി എന്ത് കരാർ ജോലിയാണ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. ഒരു ലോറിയുടെ വെയിറ്റ് പോലും താങ്ങാൻ പറ്റാത്ത ഒരു ലോറിയുടെ സാധാ ലോഡുള്ളൂ. ഇത് ഈ സാധാ ലോഡുള്ള സ്ലാബിൻ്റെ താങ്ങാൻ കെൽപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതാണ് ഇവിടെ കുഴപ്പം. വണ്ടി സൈഡ് ഒതുക്കി നിർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സ്ലാബ് ഇടിഞ്ഞതാണ് മറിയാണ് ഉണ്ടായത്. വണ്ടി ഡ്രൈവർ വേറെ അടുത്തുള്ള മതിലും പോയിട്ടുണ്ട്. ഡാമേജ് സമയം ഇത് ഹൈവേയുടെ അശാസ്ത്രീയമായ പണി മൂലമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. സ്ലാബ് നല്ല സ്ലാബ് അല്ലായിരുന്നു. സ്ലാബ് ഡാമേജ് ആയിരുന്നു. വണ്ടി ഒതുക്കി നിർത്തിയപ്പോൾ വണ്ടി മറിയാണ് ഉണ്ടായത്. ഏകദേശം 5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ലോറി ജീവനക്കാർ പറഞ്ഞു. അപകടമുണ്ടായതിനെ തുടർന്ന് പ്രദേശത്തേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.